പറഞ്ഞല്ലോ 2 വർഷമായല്ലോ. മന്ത്രി ശ്രീ പിണറായി വിജയനാണ്, അത് ഓർക്കണം. കടുത്ത നടപടി ഉണ്ടാകും, ഉറപ്പാണ്. അന്വേഷണം നടക്കും. പോലീസ് സ്റ്റേഷനിൽ കടന്ന് നീതിരഹിതമായി ഇടി കിട്ടിയപ്പോഴും ഇതൊക്കെ ഓർത്തിട്ടും ആലോചിച്ചിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ഫ്ലാഷ് ബാക്ക് വലിച്ചിഴയ്ക്കുന്നതും ദൗർഭാഗ്യകരമാണ്. കാരണം ഇപ്പോൾ ഈ 9 വർഷത്തിനിടയിൽ നിങ്ങൾ കസ്റ്റഡി മരണത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു. നോക്കുക, വളരെ കുറവാണ് കസ്റ്റഡി മരണങ്ങളൊക്കെ. ലോക്കപ്പ് മർദ്ദനമൊക്കെ വളരെ കുറവാണ്. അത് അതിൻ്റെ രേഖകൾ പരിശോധിച്ച് മനസ്സിലാവും. ഇന്ന് ആർക്കും പോലീസ് സ്റ്റേഷൻ ധൈര്യമായി കയറി ചെല്ലാം. വിസിറ്റ് റൂമിലുണ്ട്, അവിടെ ഇരുന്ന് പോലീസിനോട് എന്താണ് ആവശ്യം എന്ന് പറയും. SI കാണാം, SHO കാണാം, സർക്കിളിനെ കാണാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പിണറായി സർക്കാർ നടപ്പിലാക്കി വരികയാണ്. പിന്നെ ഇതുപോലത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളും നടക്കും. അതിൻ്റെ പോലീസിന് കടുത്ത നടപടി സ്വീകരിക്കും. എന്നിട്ട് വളരെ കുറവ് എന്ന് പറയുന്നത് ഒരെണ്ണം നടക്കാൻ പാടുണ്ടോ? മാധു, കണക്ക് ഞാൻ പറഞ്ഞു തരാം. അല്ല, കണക്കവിടെ നിൽക്കട്ടെ. ഒരെണ്ണം നടക്കാൻ പാടുണ്ടോ? പാടില്ല. സുജിത്തിനോട് പറയാനുള്ള, സുജിത്തിലെ രാഷ്ട്രീയം കലർത്തരുത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. നിങ്ങൾ ഇത് രാഷ്ട്രീയം കലർത്തി സർക്കാരിന് മേൽ നിങ്ങൾ രാഷ്ട്രീയം കലർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി കിട്ടുകയില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും, കോൺഗ്രസ് പ്രവർത്തകനാണ്. എന്തോ പോലീസ് നീതി നമ്മൾ വിശ്വാസമില്ല. നമ്മള് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നീതി കിട്ടുന്ന ചേട്ടാ ഞാൻ പറയുന്നത്, പോലീസിൽ നീതി കിട്ടുന്ന യാതൊരു ഉറപ്പും എനിക്കില്ല. നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാ നിങ്ങളുടെ സർക്കാരായിട്ടോ നിങ്ങളുടെ പാർട്ടിയായിട്ടോ എന്തെന്നും അത് ഈ പറയുന്നല്ലോ. ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. ഈ സംഭവം നടന്ന് 24 മണിക്കൂറിനകത്ത് അവരെ സ്ഥലം മാറ്റി. സ്ഥലം മാറ്റുക എന്ന് പറയുന്നത് ചെറിയ ശിക്ഷയാണ്. ഈ സംഭവം നടന്ന് 24 മണിക്കൂറിനിടയ്ക്ക് അവരെ സ്ഥലം മാറ്റിയോ? 4 പേരെ. ഈ കേസടക്കം കോടതിയിലേക്ക് പോവുകയും നടപടികൾ വരികയും ചെയ്ത സമയത്തല്ലേ ഈ സ്ഥലം മാറ്റം? ശരി, ഒരു മിനിറ്റ്. എന്ത് ചെയ്യും? ഒരു മിനിറ്റ്. അങ്ങ് തിരുവനന്തപുരത്ത് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങനെ പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നു. രാത്രി മുഴുവൻ ഇട്ട് മർദ്ദിക്കുന്നു. അങ്ങനെ കർണപുടം അടിച്ചു പൊട്ടിക്കുന്നു. അങ്ങേക്ക് കേൾവിക്കടക്കം പ്രശ്നം ഉണ്ടാകുന്നു. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷന് പരാതി കൊടുക്കാൻ പോകുന്ന സമയത്ത് ആ പോലീസുകാരൊക്കെ 24 മണിക്കൂറിൽ സ്ഥലം മാറ്റി. നിങ്ങൾ കേസ് കൊടുക്കണമെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? അല്ല, കേസ് കൊടുക്കാമല്ലോ, കൊടുക്കാണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് പരിഹാരം. അതാണ് പരിഹാരം എന്ന് സമ്മതിച്ചു കൊടുക്കും. അതാണ് പരിഹാരം എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കും. അവനവൻ അനുഭവിച്ച വേദനയ്ക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്ത് ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു പരിഹാരം മതിയോ? പാടില്ല. തീർച്ചയായിട്ടും ഇതിന് അന്വേഷണം നടക്കേണ്ടതുണ്ട്. അന്വേഷണ റിപ്പോർട്ട് കിട്ടണം. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും. എപ്പോഴാണ് പറഞ്ഞല്ലോ 2 വർഷമായല്ലോ. മന്ത്രി ശ്രീ പിണറായി വിജയനാണ്, അത് ഓർക്കണം. കടുത്ത നടപടി ഉണ്ടാകും, ഉറപ്പാണ്. അന്വേഷണം നടക്കും. പോലീസ് സ്റ്റേഷനിൽ കടന്ന് നീതിരഹിതമായി ഇടി കിട്ടിയപ്പോഴും ഇതൊക്കെ ഓർത്തിട്ടും ആലോചിച്ചിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.